ഹായ് എവരിവൺ, ബിയോണ്ട് ലിമിറ്റ്സ് വിത്ത് ആദിത്യനാഥിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നിന്നുള്ളത് ടോറസ് ഗ്രൂപ്പിൻ്റെ CEO മിസ്റ്റർ ആദിത്യനാഥ് സുരേന്ദ്രനാണ്. നമുക്ക് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജൈത്രയാത്രയിലെ കുറച്ച് സംഭാഷണങ്ങളായിട്ട് മുന്നോട്ട് പോവാം. ഹലോ. ഈ ആദിത്യനാഥ് എന്നുള്ള പേര് ഇന്ന് ബോഡി ബിൽഡിങ്ങിൽ മാത്രമല്ല, അതുപോലെ തന്നെ ആത്മീയ ലോകത്തും വളരെയേറെ ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. എങ്ങനെയാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു മേഖലകളിൽ ഇങ്ങനെ ഉയർന്ന് പ്രശോഭിക്കാനായിട്ട് സാധിച്ചത്? ഫിറ്റ്നസിൻ്റെ രീതി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. ഞാൻ കണ്ടെത്തിയ എങ്ങനെ ഇനി ജീവിതത്തിലൊരു പ്രൊഫഷൻ എന്തെന്നുള്ളതിന് ഞാൻ ബോഡി ബിൽഡിങ് വഴി മുന്നോട്ട് വന്ന് ഫിറ്റ്നസിൻ്റെ ഫീൽഡിലേക്ക് എത്തി. പിന്നെ ജിമ്മ്, ബോഡി ബിൽഡിങ് കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് അങ്ങനെയുള്ള ബിസിനസ്സുകളായിട്ട് മുന്നോട്ട് പ്രൊഫഷണൽ രീതിയിൽ പോകണം. അപ്പോൾ ആത്മീയതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫാമിലി പാരമ്പര്യമായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലി പരമായിട്ടുള്ള പൂജ കാര്യങ്ങൾ വിധാനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് ആത്മീയത. അതുകൊണ്ടാണ് രണ്ടും വന്ന് ചേർന്നത്. അതൊരിക്കലും ഒരു പ്രൊഫഷൻ അങ്ങനെ പോയി വേറെ തിരഞ്ഞെടുത്തതല്ല. അത് ജീവിതത്തിൻ്റെ തറവാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ബോഡി ബിൽഡിങ്ങിനോടും അതുപോലെ തന്നെ ഈ ആത്മീയതയോടും ഒരു ആകർഷണം തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു, അതായത് എനിക്ക് ഈ രണ്ട് മേഖലയോടും ഒരു താല്പര്യം ഉണ്ടെന്ന് കണ്ടെത്തിയത്? ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും മസിലുള്ള ആളുകൾ ഇഷ്ടമാണല്ലോ. അപ്പം അതുപോലെ സിനിമകളൊക്കെ, ഗജിനി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ആ സമയത്ത് 10ൽ പഠിക്കുമ്പോൾ അവന് ഒരു കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ചെറിയ പ്രായത്തിലൊരാൾക്ക് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനിലൊക്കെ പ്രൈസ് നേടാൻ പറ്റി, അപ്പോൾ എനിക്കും സാധിക്കില്ലേ? എന്നിട്ട് അവനോട് ഞാൻ കൂടുതൽ സംസാരിച്ച് അവൻ്റെ അടുത്ത് അവൻ പോയിരുന്ന ജിമ്മിൽ ചെന്ന് അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് അവിടെ നിന്നാണ് ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ തുടക്കം. പിന്നീട് മത്സരങ്ങളെല്ലാം ചെയ്തു, മിസ്റ്റർ കേരളൊക്കെ എത്തി. അതിനുശേഷം ജിമ്മ്, പിന്നെ ബാക്കി ബിസിനസ്സുകൾ, പിന്നെ ഒരു വേറെ ഘട്ടങ്ങളിലേക്ക് കടന്നുപോയി. അതാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു രീതി. അതല്ലാതെ ഇപ്പോൾ ആത്മീയതയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇതുപോലെ തന്നെ ഒരു +2 കാലഘട്ടം വരെ ഒന്നും താല്പര്യമൊന്നും ഇല്ലാതെ പോയിരുന്നതാണ്. അതിനുശേഷം നമുക്കൊരു ഉള്ളുവിളി വന്ന് പോകുന്ന പോലെ ചെന്നിട്ടാണ് ഞാൻ എത്തിപ്പെടുന്നത്. ഇപ്പോൾ പാരമ്പര്യമായിട്ടെല്ലാം ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു പൂജ കാര്യങ്ങളിലെല്ലാം. അപ്പം അതിൽ പെട്ടെന്ന് ഒരു ദിവസം ഇൻട്രസ്റ്റ് തോന്നി. അതിനും എൻ്റെ കാരണം എൻ്റെ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ ബോഡി ബിൽഡിങ് ഗുരുവായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്റ്റോ തന്നെയാണ്. ആള് വഴിയാണ് ഞാൻ ഈ ആത്മീയതയിലേക്കൊരു താല്പര്യം തോന്നിയെത്തുന്നത്. പിന്നെ തറവാട്ടിലെ ഗുരുക്കന്മാരുടെ അടുത്ത് അവരുടെ അടുത്തെല്ലാം സംസാരിച്ച് അങ്ങനെയാണ് ആത്മീയതയിലേക്ക് എത്തി. പിന്നെ വഴികളിലൂടെ മുന്നോട്ട് പോയത്. ഓക്കെ. പിന്നെ ഈ ടോറസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് ബിസിനസ് ഇന്ന് റൺ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വേണ്ടി ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? ടോറസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ടോറസ് ഫിറ്റ്നസ് എന്നുള്ള ഒരു ജിമ്മുണ്ട് തൃശ്ശൂർ. ന്യൂട്രീഷൻ എന്നുള്ള ടോറസ് ന്യൂട്രീഷൻ എന്ന പേരിൽ സപ്ലിമെൻറ്റ്സിൻ്റെ സെയിലുണ്ട്. ടോറസ് ഫിറ്റ്നസ് അക്കാദമി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 1 വർഷമായിട്ടുള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. അതിൽ കസ്റ്റമൈസ്ഡ് ഡയറ്റ്, ഓൺലൈൻ ട്രെയിനിങ് എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് കൂടാതെ തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഈ ടോറസ് ഫിറ്റ്നസ് അക്കാദമിയിൽ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണ ഒരു രീതിയും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഭാവി പ്ലാനുകളാണ്. ട്രെയിനർമാരെ പഠിപ്പിക്കുക, പോരാതെ അവർക്കുള്ള കുറേ ബുക്സൊക്കെ ഇറക്കുക എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ്. ഒരു ബുക്ക് വൈകാതെ ഇപ്പോൾ തന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ. അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രസന്റ് സെനാരിയോ അനുസരിച്ച് ഒരുപാട് ജിം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ഫിറ്റ്നസ് സെന്റേഴ്സൊക്കെ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ടോറസ് ഫിറ്റ്നസ് സെന്ററിനെ വേറിട്ട് നിൽക്കുന്നത്? മറ്റുള്ള ഫിറ്റ്നസ് സെന്റേഴ്സിനെയും ജിമ്മുകളിൽ നിന്ന് എങ്ങനെയാണ് ടോറസ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മൾ വരുന്ന ക്ലയൻറ്റിൻ്റെ ആവശ്യം പറയാന്നുള്ളതാണ്. പൊതുവെയുള്ള ജിമ്മുകളിലെല്ലാം നമ്മൾ കാണുന്നത് അവിടെ വരുന്ന എല്ലാവർക്കും ഒരേ ട്രെയിനിങ് രീതിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം ട്രെയിനർക്കുള്ള ഒരു നോളജിൻ്റെ കുറവാണ്. ഇപ്പോൾ വരുന്ന ആൾ ഇഞ്ചുറി ഉള്ള ആളായിരിക്കാം, എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളായിരിക്കാം, പ്രായമുള്ള ആൾ, ചെറിയ പ്രായം കുറഞ്ഞ കുട്ടി, മിഡ് ഏജ് ആയിട്ട്, ഇവരൊക്കെ ആവശ്യങ്ങൾ പലതായിരിക്കാം. വയസ്സാവുന്നവരെ ആരോഗ്യത്തോടെ ഇരിക്കുക, അസുഖങ്ങൾ മാറുക, ചിലവർക്ക് ബോഡി ബിൽഡിംഗ് ആയിരിക്കാം. ഈ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ് നമ്മൾ വരുന്ന എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത്, പോരാതെ തന്നെ ഈ കസ്റ്റമൈസ്ഡ് ഡയറ്റ് വരുന്ന എല്ലാ അഡ്മിഷനും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ നൽകി പോകുന്നു. അപ്പോൾ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് വേണ്ട എന്താണോ അതിനനുസരിച്ച് സെപ്പറേറ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. പൊതുവെ അതെല്ലാം പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് മാത്രമാണ് എല്ലാ ജിമ്മുകളും പ്രൊവൈഡ് ചെയ്യുക. അതല്ലാത്ത രീതിയിലൂടെ കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഫ്രീ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോൾ നമ്മളെപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ലൊരു ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യാനായിട്ട് ഡയറ്റും അതുപോലെ തന്നെ വർക്കൗട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടാണോ ഈ ഒരു ഫ്രീ കസ്റ്റമൈസ്ഡ് ഡയറ്റിൽ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത്? അതന്നെയാണ് പ്രധാനം. ഒന്ന്, നമ്മുടെ ജിമ്മിലേക്ക് വരുന്ന എല്ലാവരും ഡയറ്റ് നമ്മളൊരു കോമൺ ആയിട്ടാണ് നോർമലി കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ഡയറ്റ് എന്തുകൊണ്ട് കൊടുത്താൽ ഞാൻ ചിന്തിച്ചത് ഈ അക്കാദമി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. കാരണം അക്കാദമിയിൽ ഓൾറെഡി ഓൺലൈൻ ഡയറ്റുകൾ ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജിമ്മിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എക്സ്ട്രാ ഒരുപാട് ടൈമുകളോ കാര്യങ്ങളോ അധിക ചിലവുകളോ ഒന്നും വരുന്നില്ല. നമ്മൾ ആ അക്കാദമിയുടെ ഡയറ്റുകൾ പോകുന്ന കൂട്ടത്തിൽ ഇവർക്കും കൊടുക്കാവുന്നതുള്ളൂ എന്ന് തോന്നി. അപ്പോൾ അതൊരു ഇതുവരെ ആരും ചെയ്യാത്തൊരു പ്രത്യേക ഒരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ടും വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ഡയറ്റ് പ്രൊഫഷണൽ ലെവലിൽ ഒരെണ്ണം കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ടായി, അതായത് ഈ ആർമി, നേവി, എയർഫോഴ്സ് ഉള്ളവർക്ക്, അതായത് ഇപ്പം അതിൽ സേവനം അനുഷ്ഠിച്ചിരുന്നവർക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള എക്സ് ആർമി, അതുപോലെ തന്നെ എക്സ് നേവി, എക്സ് എയർഫോഴ്സ്, ഈ മേഖലയിലുള്ളവർക്ക് ടോറസ് ഫിറ്റ്നസ് ഫ്രീ ആയിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് വർക്കൗട്ട് നൽകുന്നുണ്ടെന്ന് കേട്ടു. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ടുള്ളൊരു കാര്യം? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജിം തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ ആർമി ആയിരുന്നു നല്ല താല്പര്യം ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ട്രൈ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും നമ്മൾ ഫീൽഡെല്ലാം മാറിപ്പോയി. അപ്പം അതിനുശേഷം ഇവരോടൊക്കെ ഭയങ്കര ആരാധന എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനെ കാത്ത് സംരക്ഷിക്കുന്നു, ജീവൻ പണയം വെച്ചിട്ടൊക്കെ. അപ്പോൾ ജിമ്മ് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത തീരുമാനമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിലായാലും അപ്പോൾ അവരൊക്കെ ലീവിന് വരുമ്പോൾ ഞാൻ ഫീസൊന്നും വാങ്ങാറില്ല, വേണ്ട എന്ന് പറയും. അങ്ങനെ തുടങ്ങി. പിന്നീട് ഞാൻ വരുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഏത് ഡിഫൻസിൻ്റെ ആൾക്കാരായാലും ഞാൻ പറയും, അങ്ങനെയാണെന്ന് അവരറിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീ ഇല്ല, ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു അവരോടുള്ളൊരു ആഗ്രഹം, ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാൻ ചെയ്യണതാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു യുവ സംരംഭകനായിട്ട് നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അപ്പം അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്റ്റാർട്ടപ്സും അതുപോലെ തന്നെ കുറേ യങ് ഓൺടർപ്രണേഴ്സും എമർജിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് എന്താണ് കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ്? പ്രധാനമായിട്ടും നന്നായി ഹോംവർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും എനിക്കും ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, പല ബിസിനസ്സുകളും തകർന്നു പോയിട്ടുണ്ട്, ഒരുപാട് നഷ്ടം സംഭവിച്ചു. അപ്പോൾ ഇതിൽ ഹോംവർക്കാണ് പ്രധാനം. നമുക്ക് പെട്ടെന്നൊരു ആഗ്രഹം വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ തോന്നും ഇത് സക്സസ് ആവും, ഇതിൽ നമ്മൾ വിജയിക്കും എന്നെല്ലാം നമ്മുടെ മനസ്സ് നമുക്ക് തോന്നും. നമ്മുടെ മനസ്സ് പറയാണ്, നമ്മളോട് ആരോ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് വരാം. പക്ഷെ അത് ശരിയാവണമെന്നില്ല. അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങാണ്, ലോജിക്കലായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അല്ല അത്. അതാണ് പലപ്പോഴും പറ്റുന്നത്. അപ്പം അതിന് പകരം അങ്ങനെ നമുക്ക് അടിയറച്ചൊരു വിശ്വാസം, ഉറപ്പ് എന്തുണ്ടായാലും ലോജിക്കലിയും കൂടി അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ആ പ്ലാൻ എത്ര കണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും നോക്കുക. പിന്നെ പ്രധാനമായിട്ടും മടിയാണ്. ഈ മടി എന്നുള്ള കാര്യം ഉണ്ടാവരുത്. മടി ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ലൈഫ് നല്ല ഡിസിപ്ലിനിൽ കൊണ്ടുപോകണം. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നല്ല പ്രോപ്പർ ഹോംവർക്കോട് കൂടി ചെയ്താൽ എല്ലാത്തിലും സക്സസ് ആവും. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഒരു യങ് ഓൺടർപ്രണേഴ്സിന് ഇപ്പോഴും ഉണ്ടാവുന്ന ഒരു മെയിൻ ചലഞ്ചാണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സമയത്ത് അതൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് കോപ്പപ്പ് ചെയ്യാനായിട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? എങ്ങനെ, അതായത് നമ്മളൊരു യങ് ഏജിൽ നമ്മളൊരു ഓൺടർപ്രണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനെങ്ങനെയാണ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തത്? അതിന് ഞാനൊരു ഡിഗ്രി ടൈമിലാണ് എൻ്റെ ഇപ്പോൾ ഒരു ബിസിനസ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞാൽ, ആ ടൈം തൊട്ട് തന്നെ ഞാൻ ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ സെയിൽ തുടങ്ങി. കാരണം എനിക്ക് ബിസിനസ് ആയിരുന്നു അതിന് ശേഷം താല്പര്യം. അപ്പോൾ വീട്ടുകാരെ എനിക്ക് കൺവിൻസ് ചെയ്യണം അതിലേക്ക് ഇറങ്ങാൻ, ഇല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പ്രഷറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇറങ്ങി ജിമ്മുകൾ മുഴുവൻ തൃശ്ശൂർ ജില്ലയിലെ ജിമ്മുകളൊക്കെ കയറി നമ്പറൊക്കെ കളക്ട് ചെയ്ത് അവിടെ എല്ലാം എൻ്റെ നമ്പർ കൊടുത്ത് ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് എല്ലാം കൊടുത്ത് ഞാൻ അങ്ങനെ നടന്ന് ഒരു ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞോടുകൂടി തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊരു ഇൻകം ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ
ടോറസ് ന്യൂട്രീഷൻ്റെ ഒരു ഷോപ്പ് കാര്യങ്ങളിലേക്ക് കടന്നത്. അപ്പം അതിന് കുറച്ച് എമൗണ്ട് ആവശ്യമായിട്ടുണ്ട്. സേവ് ചെയ്തൊക്കെ കുറച്ചുള്ളൂ. കണക്ഷൻസൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഫണ്ട് വേണം. പക്ഷേ വീട്ടിൽ നിന്ന്, നമ്മുടെ പ്രായം ചെറുതാണ്, വീട്ടിൽ നിന്ന് ഞാൻ സംസാരിച്ച സമയത്ത് അവർക്ക് കോൺഫിഡൻസ് വന്നു എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെ അവർ ലോൺ എടുത്ത് തരാം, ഗ്യാരണ്ടി നിന്നിട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ ലോൺ തന്നെയാണ് നമുക്ക് എല്ലാത്തിനും വഴിയുള്ളൂ, അല്ലാതെ രക്ഷയില്ല. അങ്ങനെ തുടങ്ങിയതാണ്. അവിടെ നിന്ന് പിന്നെ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം പോയാൽ പിന്നെ ചെറുതായിട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടൊക്കെ വന്ന് ബാക്കിയുള്ളതിനും കയറാൻ പറ്റി. അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ ടോറസ് ഫിറ്റ്നസിൻ്റെ ഒരു ടാഗ് ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ബിയോണ്ട് ഫിറ്റ്നസ് ബിയോണ്ട് ലിമിറ്റ്സ്. എന്താണ് ആ ഒരു ടാഗ് ലൈൻ കൊണ്ട് നമ്മൾ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ടാഗ് ലൈനാണ്. ആക്ച്വലി എന്താണ് അത് ആക്ച്വലി മീൻ ചെയ്യുന്നത്? അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പലരും പറയും ലിമിറ്റിൻ്റെ കാര്യം എടുത്താലും, ഞാൻ എൻ്റെ 100% കൊടുത്തു, എൻ്റെ 100% ചെയ്തു. ഇപ്പോൾ ഫിറ്റ്നസ്സിലായാലും നമ്മൾ ചുറ്റും കാണുന്നത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ലെവൽ വിട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളധികം കാണുന്നില്ല. അപ്പോൾ ബിയോണ്ട് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വരണ ഒരാൾക്ക് ആളുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് മാത്രം നോക്കി ചെയ്യാന്നല്ല, അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതികൾ. അതായത് ഇപ്പോൾ ഫിറ്റ്നസ്സിന് വരുന്ന ആളുടെ ലക്ഷ്യം ആളുടെ ശരീരം ഫിറ്റായിട്ടിരിക്കുക എന്ന് മാത്രമല്ല, അതിൽ കൂടെ ആൾക്ക് കോൺഫിഡൻസ് വരും, ഡിസിപ്ലിൻ വരും, ആൾക്ക് ആളുടെ ജീവിതത്തിൽ സക്സസ് ആവാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കണത്, ഉറങ്ങണത്, ഭക്ഷണം കഴിക്കുന്ന രീതികൾ എല്ലാത്തിലും മാറ്റായി. അപ്പം അതുകൊണ്ടാണ് ബിയോണ്ട് ഫിറ്റ്നസ്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണത്, നമ്മൾ പലരെയും പ്രധാന പ്രശ്നം മടിയാണ്. അപ്പം ലിമിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എൻ്റെ 100% ചെയ്തു, പക്ഷെ ആരെയൊക്കെ ചെയ്യുന്നുണ്ട് അതുണ്ടാവില്ല. അപ്പം അതിന് നമ്മുടെ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം അങ്ങനെയാണ് എല്ലാം ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് ചെയ്ത്, പിന്നെ ഫിറ്റ്നസിൻ്റെ ഒരു ഫീൽഡും കൂടി ആയതുകൊണ്ട് ഫിറ്റ്നസിൻ്റെ മുകളിലേക്ക് നിൽക്കണം എന്നുള്ള ഇതുകൊണ്ടുള്ളത് ഇട്ടതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സമൂഹത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഭയങ്കരമായിട്ട് എമർജ് ചെയ്യുന്നൊരു സമയമാണ്. അതായത് ബ്ലഡ് പ്രഷർ ആണെങ്കിലും, ഡയബറ്റീസ് ആണെങ്കിലും, കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിലും, PCOD PCOS തുടങ്ങിയിട്ടുള്ള. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഫിറ്റ്നസ് നമുക്ക് നോക്കാനായിട്ട് ഒരുപാട് എന്താ പറയുക, എക്സസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ. എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതായത് സാധാരണ ഞാൻ ഒരു വിമൻ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇപ്പോഴും വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇത്രയൊക്കെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണി എടുത്താൽ പോരെ? അതൊരു ശരിയായൊരു കാര്യമാണോ? അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഒരു പ്രോപ്പർ വർക്കൗട്ട് എങ്ങനെയാണ് ഒരു ജിമ്മായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരാൾക്ക് ഫിറ്റ്നസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ജിമ്മാണ് അതിനുള്ള നല്ലൊരു ഓപ്ഷൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലരും സ്പോർട്സുകൾ ഒരുപാടുണ്ടല്ലോ, അതിൻ്റെ ട്രെയിനിങ്ങിന് പോകാൻ പറയും, സ്വിമ്മിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയും. ഈ പഴയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയും നീ വീട്ടിൽ കുറച്ച് പണിയെടുത്താൽ മതി, ഈ സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയും. അപ്പം അത് ഈ സ്പോർട്സിന് പോണത് തെറ്റോതൊന്നല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ മസിൽസ് എല്ലാം കൃത്യമായിട്ട് ഡെവലപ്പായി അയാൾക്ക് എല്ലാത്തിനുള്ള സ്ട്രെങ്ത് വേണം. ഇപ്പോൾ വയസ്സാവണ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത് മസിൽ ഡിസ്ട്രോഫിയാണ്. അത് മസിൽ അതിൻ്റെ വോളിയം കുറഞ്ഞ് ആരോഗ്യം പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടാവാതെ മസിൽ നിൽക്കണം. അതുപോലെ തന്നെ ഓവർ ഫാറ്റ് ആവാതെ നോക്കണം. പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ, ലങ്സിൻ്റെ കപ്പാസിറ്റി, ഇതൊക്കെ കൃത്യമായിട്ട് നിൽക്കണം. അപ്പം ഇതിനെല്ലാത്തിനും കൂടി ഒരു സ്ഥലം ജിമ്മെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നല്ലൊരു ജിമ്മാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മുടെ ബോഡി അസസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാർഡിയോ ട്രെയിനിങ് ഉണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് വരും. അത് മസിലാണ് വേണമെങ്കിൽ അതിനുള്ള രീതി, അതല്ല ഫിറ്റാണ് നിൽക്കണം എന്നാണ് ഇപ്പോൾ ലേഡി വരികയാണെങ്കിൽ അങ്ങനത്തെ രീതികൾ. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പോൾ പുതിയ കുറേ ടെക്നിക്സ് വന്നിട്ടുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇപ്പോൾ അതിൽ തന്നെ ജിമ്മുകൾ തന്നെ സൂംബ, ഫങ്ഷണൽ ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിയുടെ എജിലിറ്റി കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റം വരും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ജിമ്മിൽ നടത്താം. അതുപോലെ തന്നെ ഒരു സ്പോർട്സിൽ പോകുന്ന ഒരാളാണെങ്കിലും അവർക്കും ജിമ്മിൽ വന്ന് അവരുടെ പ്രത്യേകത സ്പോർട്സിനായിട്ടുള്ള ട്രെയിനിങ്ങുകളും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ജിമ്മായിട്ട് പറയാം. പിന്നെ ഇതോട് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എൻ്റെ ഒരു സംശയമാണ്, തെറ്റാണോ എന്ന് എനിക്കറിയില്ല.
അതായത് ഈ പലപ്പോഴും ഈ സ്ത്രീകള് ഈ ജിമ്മിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഈ പൊതുവേ നമ്മളുടെ ഒരു സൊസൈറ്റി സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് മസിൽസിന്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നു അത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. അപ്പൊ അതെങ്ങനെയാണത്, അത് എന്തുകൊണ്ടൊക്കെയോ നമ്മുടെ സൊസൈറ്റി അതിനായിട്ട് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളടത്ത് എന്താണ് പറയാനുള്ളത്? പ്രധാനമായിട്ടുള്ള കാര്യം ജിമ്മിൽ വരുന്നത് മസിൽ ഉണ്ടാക്കാനല്ല. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, സ്ത്രീകൾ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഇപ്പോൾ ഡമ്പല് വർക്കൗട്ടും സ്ട്രെങ്ത്തിൻ്റെ മസിലിൻ്റെ വർക്കൗട്ടുകൾ കൊടുത്താൽ പോലും അവർക്ക് മസിൽ എത്ര പെട്ടെന്ന് ഡെവലപ്പ് ആവില്ല. അത് ഹോർമോണുകളുടെ വ്യത്യാസമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവർ വരുന്നത് ബോഡി നല്ല ഫിറ്റായി നിർത്തി നല്ല ഷേപ്പിൽ ഫാറ്റൊക്കെ പോയിട്ട് ഹെൽത്തി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീ വരുമ്പോൾ ആൾക്ക് അതേപോലത്തെ ഒരു പുരുഷൻ വരുന്ന രീതിയിലുള്ള ഹെവി ഐറ്റംസ് വർക്കൗട്ടുകൾ കൊടുത്തൊന്നും വരില്ല. ഇനി ആൾ പറയാണ് എനിക്ക് കുറച്ചധികം സ്ട്രെങ്ത്തായി നല്ല അത്ലറ്റിക് ഒരു ബോഡിയൊക്കെ വന്ന് എനിക്ക് സ്ട്രെങ്ത്തും പവറും എല്ലാം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ പുരുഷന്മാർക്കുള്ള അത്ര ഹെവി രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കും. അങ്ങനെ താല്പര്യം വരുന്നവർക്ക് അങ്ങനെ വരുന്നവർ ഇപ്പോൾ കൂടി ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ മത്സരിക്കാനൊക്കെ ഒരുപാട് പേര് വന്നു, മസിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് അത്ര ഹെവി രീതിയിൽ കൊടുക്കാം. അതിലും തെറ്റില്ല. എല്ലാവിധ പുരുഷന്മാർ ചെയ്യുന്ന വർക്കൗട്ടും സ്ത്രീകൾക്കും ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നമോ തെറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങിന്റെ ഈ ഒരു എന്തെങ്കിലും റീലൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വിമൻ ബോഡി ബിൽഡിങ്ങിലെ താഴെ കാണുന്ന കമന്റ്സ് ആണ് അതായത് മസിൽസ് ഒന്നും ഇല്ലല്ലോ സ്ത്രീകൾക്ക്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളും ഒരു മെൻസ് ഫിസിക്കായിട്ടാണ് ഇപ്പോഴും സ്ത്രീകളെ കണക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള ധാരണ. അപ്പൊ സ്ത്രീകൾക്ക് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മസിൽസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ധാരണയാണല്ലോ ഇപ്പോഴും. അപ്പോൾ അതായത് ഒരു ടോൺഡ് ബോഡി, അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടോൺഡ് ബോഡി ആണല്ലോ മെയിനായിട്ട് കൂടുതലും ഒരു നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. അതെ അതെ. ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ ഫോട്ടോകൾ വരുമ്പോൾ വരുന്ന കമൻറ്റുകളാണ്. അതിന് പ്രധാന കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരെ ഹോർമോൺ ലെവൽ പുരുഷന്മാരെ പോലത്തെ മസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഹോർമോണല്ല. അത് ഒട്ടും ഇല്ലാതെ തന്നെ ഇത്രയും മസിൽ അവർ എത്തിക്കുന്നു. അപ്പോൾ അത് അവരെ കൊണ്ട് സാധിക്കുന്നു. അതൊന്ന്. അത് കൂടാതെ ഈ കമൻറ്റ് വരാനുള്ള പ്രധാന കാരണം ഈ കാറ്റഗറികൾ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഇതിൽ തന്നെ വുമൺസ് ബോഡി ഫിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, വുമൺസ് ഫിസിക് ഉണ്ട്, വുമൺസ് ഫിറ്റ് മോഡൽ, വുമൺസ് ബിക്കിനി, വെൽനെസ്, ഇങ്ങനെ പല കാറ്റഗറികളുണ്ട്. അപ്പോൾ ഇതിൽ ചില കാറ്റഗറികൾ ബോഡി ബിൽഡിംഗ് പോലെ ആണുങ്ങളുടെ പോലെ മസിൽ വേണ്ടതായിരിക്കാം. മറ്റതിൻ്റെ ക്രൈറ്റീരിയ അതല്ല. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്റ്റേജിൽ കാണുമ്പോൾ ഇവർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പാണ്, പക്ഷേ കാറ്റഗറി വ്യത്യാസമാണ്. അത് കാണുന്നവർക്ക് അറിയില്ല. അപ്പോൾ അവരിത് കണ്ടിട്ട് അതിനെ മസിലില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷേ അതിൽ ക്രൈറ്റീരിയ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ അതൊന്നല്ല നോക്കണ്ടായിരിക്കാം. പിന്നെ ഈ ന്യൂസ് ചാനൽസിൽ നമ്മൾ ഒരിടയ്ക്ക് കണ്ടിരുന്ന ഒരു കാര്യമാണ്, അതായത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാര്യം. അപ്പം അതും എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ കുറച്ചൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു. അതായത് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവർക്കും മരണം സംഭവിക്കുന്നു എന്നുള്ള കാര്യം. എക്സാക്ട് റീസൺസ് എന്താണ് ഈ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഇതിൻ്റെ റീസൺസ് എന്താണ്? അതെ, ഇപ്പോൾ അടുത്തായിട്ടാണ് നമ്മൾ ഒരുപാട് ന്യൂസുകൾ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. അത് സെലിബ്രിറ്റീസാണ് കൂടുതലും കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിലും കമൻസ് ആയാലും ആളുകൾ കുറ്റപ്പെടുന്നതായാലും ജിമ്മിൽ പോകണ്ട, ജിമ്മിൽ പോയി ആവശ്യമില്ലാതെ ഓരോന്ന് ചെയ്ത് അറ്റാക്ക് ഒന്ന് മരിക്കണം എന്നുള്ളൊരു ഇതാണ്. പക്ഷെ എന്തുകൊണ്ട് മരിക്കണം എന്നുള്ള കാരണങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ ഒന്ന് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസോ ട്രെയിനിങ്ങോ ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ പല കാരണങ്ങൾ പറയാം. ഒന്ന് അവരുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് അയാൾ പറയുകയാണ് എനിക്ക് BP കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് ഹാർട്ടിന് ചെറിയ ഇഷ്യൂകളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്തതുമായ വർക്കൗട്ടുകളുണ്ട്. അത് ട്രെയിനർ നോക്കി കൊടുക്കണം. അപ്പം അങ്ങനത്തെ തെറ്റായ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊണ്ട് വരാം. അതല്ലെങ്കിൽ പിന്നെ വരുന്ന വിഷയമാണ് ഇവർ തനിയെ ഒന്ന് വർക്കൗട്ട് ചെയ്യണത്. ചിലവർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് വർക്കൗട്ടുകൾ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നോക്കി ഒരിക്കലും ട്രെയിനറുടെ അഡ്വൈസ് വാങ്ങാതെ ഇപ്പം എൻ്റെ ജിമ്മിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ പറയാൻ ചെല്ലുമ്പോൾ ചിലർ കാണുമ്പോൾ അവരെ ഡിസ്കൊക്കെ കംപ്ലൈൻ്റ് ആവണ വർക്കൗട്ടുള്ളവർ ചെയ്യുന്നുണ്ടാവുക. ചെന്ന് പറയുമ്പോഴും ഇല്ലേ കുഴപ്പമില്ല എനിക്കറിയാമെന്ന് പറയും. പക്ഷെ എന്നിട്ട് പിന്നീട് പെയിനൊക്കെ ആയിട്ട് അവർ പോകും. അപ്പോൾ ഇതിൽ ഒരു മെയിൻ റീസൺ ഈ ഹാർട്ടിൻ്റെ കണ്ടീഷനും പ്രശ്നമാണ്. പിന്നെ പ്രധാനമായിട്ടൊരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമുക്ക് പറയാം. വർക്കൗട്ടിൻ്റെ ഇടയിലുള്ള ഹൈഡ്രേഷൻ, കൃത്യമായി വെള്ളം കുടിക്കാതിരിക്കുക. അത് ഈ പഴയ രീതിയിലുള്ള ജിമ്മുകളിലൊക്കെ ഇപ്പോഴും വെള്ളം കുടിക്കാൻ സമ്മതിക്കാറില്ല. ജിമ്മിൽ വെള്ളം കുടിക്കരുതെന്ന് പറയും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല.
പക്ഷേ കൃത്യമായി നമ്മൾ ഓരോ വർക്കൗട്ടിൻ്റെ ഓരോ സെറ്റോ ഓരോ ഐറ്റമൊക്കെ കഴിയുമ്പോൾ വെള്ളം കുടിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന ഇലക്ട്രോലൈറ്റ്സ് എല്ലാം തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം. അപ്പോൾ ഈ വെള്ളം പോകുന്നതനുസരിച്ച് നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും. പിന്നെ ഉള്ളത് ചിലവർക്ക് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടായിരിക്കും, അവർക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ ബോഡിയിൽ കുറയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് പൊതുവെ മനസ്സിലാവേണ്ടതാണ്. പക്ഷെ അവർ ജിമ്മിൽ ട്രെയിനറോട് പറഞ്ഞിട്ടാവില്ല, അല്ലെങ്കിൽ ട്രെയിനർ ഇത് അറിഞ്ഞിട്ടും ആൾക്ക് ഇതിന് കൃത്യമായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല, ഷുഗർ ലെവൽ ലോ ആയി ഉണ്ടാവാം. പിന്നീടൊരു വിഷയം പറഞ്ഞാൽ ഈ സപ്ലിമെൻറ്റ്സ്, ബാക്കിയുള്ള കുറേ മരുന്നുകളുടെയൊക്കെ ഓവർ യൂസ്, തെറ്റായിട്ടുള്ള രീതിയിലുള്ള യൂസൊക്കെ പറയാം, അതുകൊണ്ടും ഈ അറ്റാക്ക് പ്രശ്നങ്ങൾ വരാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വെന്റിലേഷൻ്റെ ഒക്കെ പ്രശ്നം പറയാം. ഇപ്പോൾ തീരെ വെന്റിലേറ്ററിലല്ലാത്ത ജിമ്മുകളിലോ ഈ ഓവറായിട്ട് ബോഡി ഹീറ്റ് ആവാന്ന് വിചാരിക്കുക, ഈ ബോഡിയുടെ ഹീറ്റ് കൂടി കൂടി ബോഡിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ എത്തുമ്പോഴും നമ്മൾ തലകറങ്ങിയൊക്കെ വീണ് അത് അപ്പോഴൊക്കെ അറ്റാക്ക് വരണം നിർബന്ധമില്ല, എക്സ്ട്രീം കേസുള്ള അറ്റാക്ക് വരുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണമാണ് അതിൻ്റെ കാരണം. അല്ലാതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതല്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. ട്രെയിനർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കി ചെയ്താൽ ഈ വക പ്രശ്നങ്ങളൊന്നും വരില്ല. ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബോഡി ബിൽഡിങ്ങിന്റെ മത്സരങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ ജില്ലാതലം മുതൽ ഇന്റർനാഷണൽ തലങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ വരെ ജഡ്ജസ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി അതായത് ബോഡി ബിൽഡിങ് കുറച്ചും കൂടി എമേർജിങ് ആയിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഒരു കൺട്രിയിലാണെങ്കിൽ. അപ്പോൾ കറണ്ട് നമ്മളുടെ അതിൻ്റെ ഒരു വിഷൻ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ബോഡി ബിൽഡിങ്, അതുപോലെ തന്നെ ഒരു കേരള ഡെഡിക്കേറ്റഡ്ലി തൃശ്ശൂർ റിലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുമ്പോൾ പുതിയ ഇന്ത്യ ലോകത്ത് മുഴുവൻ എല്ലാ രംഗത്തും വളർന്നു കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെയാണ് ബോഡി ബിൽഡിങ്ങിലും വളരെയധികം മുന്നേറി നമ്മൾ. കാരണം ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകൾ നോക്കിക്കഴിഞ്ഞാലും അതിലെ ഏറ്റവും വലിയ മിസ്റ്റർ ഒളിമ്പിയ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതിൽ വരെ ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരാൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ മത്സരങ്ങളിലൊക്കെ നമ്മുടെ നിറ സാന്നിധ്യമാണ് ഇപ്പോൾ. ശരിക്കും അത് നല്ല രീതിയിൽ ഇപ്പോൾ ഡെവലപ്പായിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് രീതികളും അതിനുള്ള എക്യുപ്മെന്റ്സ്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ട്രെയിനർമാർ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ ഒരുപാടുണ്ട്. മുൻപത്തെ പോലെ ഒന്നും ഇപ്പോൾ നോളജ് ഒളിപ്പിച്ച് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതിനുവേണ്ടി ക്ലാസ്സുകളും ആളുകളെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബോഡി ബിൽഡിംഗ് രംഗം നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നോളജൊക്കെ എത്തി നല്ല നല്ല ബോഡി ബിൽഡേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ബോഡി ബിൽഡിംഗ് സംഘടനകൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ അവർ എത്രമാത്രം ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് ഒരു നല്ലൊരു ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട്? അതിലിപ്പോൾ പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ. പക്ഷെ സംഘടനകൾ കൂടിയതിലല്ല ഇപ്പോൾ പ്രശ്നം. കൂടുന്നതിൽ ഒരിക്കലും ഒരു തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം അതിലുള്ളതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ കേരള മത്സരം തന്നെ അതിൽ ഒരു 5 ഉണ്ടാവും, മിസ്റ്റർ ഇന്ത്യ ഒരു 6 വരും. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയാൻ മാത്രം ഒന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് റെക്കഗ്നേഷനോട് കൂടി വർക്ക് ചെയ്യണ ഫെഡറേഷനും ഇപ്പോൾ ഇല്ല, റെക്കഗ്നേഷനൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ സംഘടനകൾ കൂടിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി ബിസിനസ്സുകൾ പറയണ പോലെ തന്നെ കോമ്പറ്റീഷൻ ഇതിലും കൂടി. ഒരു സംഘടന എത്ര ക്യാഷ് പ്രൈസ് കൊടുക്കുന്നോ അതിന് കൂടുതൽ കൊടുക്കാൻ അടുത്ത ആൾ നോക്കും. ഇവരെത്ര വലിയ ട്രോഫി കൊടുക്കുന്നോ അതിന് വലിയ ട്രോഫി കൊടുക്കാൻ നോക്കും. അപ്പോൾ അത്ലറ്റ്സിന് വലിയൊരു ഓപ്ഷനായി. മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജസിൻ്റെയും കമ്മിറ്റിക്കാരെയൊക്കെ ആട്ടും തുപ്പും കേട്ട് അവർ പറയുന്നതും കേട്ട് അവരെ ഭീഷണിയും കേട്ട് നടക്കേണ്ട അവസ്ഥയാണ് ബോഡി ബിൽഡേഴ്സിന്. എന്നാൽ ഇപ്പം അതില്ല. ഇപ്പോൾ ഒഫീഷ്യൽസിന് ശരിക്കും ഈ ഒഫീഷ്യൽസ് അവരെ സെർവ് ചെയ്യാനാണ് ഇരിക്കണേ. ബോഡി ബിൽഡർ ഇല്ലെങ്കിൽ ഈ ഒഫീഷ്യൽസ് ആരും ഇല്ല. അപ്പോൾ അവർ ഇവിടെ നിന്ന് പോയാൽ നമുക്ക് നഷ്ടമാണ്, നമ്മുടെ അത്ലറ്റ്സ് കുറയും എന്നുള്ളൊരു ചിന്തയുടെ പേരിൽ നല്ല രീതിയിൽ മത്സരങ്ങൾ നടത്താൻ എല്ലാവരും ഇപ്പോൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടത് ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ കുറച്ച് പ്രശ്നമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ എല്ലാ സംഘടനകളും കാണുന്നതാണ്. കാരണം ഇപ്പോൾ സംഘടനകളിൽ നിന്ന് അങ്ങോട്ട് കൊഴിഞ്ഞു പോവുക ഇങ്ങോട്ട് കൊഴിഞ്ഞു പോവുക, പുതിയ ആളുകൾ വരിക, ഒരു സ്ഥലത്ത് നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ ജഡ്ജസിനെ എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ ജഡ്ജസിനെ എടുക്കണതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ നാളും വർക്ക് ചെയ്തിട്ടുള്ള ആളെയോ ഒരു വലിയ ട്രെയിനർ ആയിട്ടുള്ള ഒരാളെയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരാളെയോ പിടിച്ച് ജഡ്ജ് ആക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പല സംഘടനകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാക്കണ സമയത്ത് ഇതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ലെവല് ജഡ്ജ് എന്ന് പറയുന്ന സമയത്ത് ആ ജഡ്ജ് എക്സാം ഒന്നും അങ്ങനെ കാര്യമായി നടക്കണമെന്നില്ല. പലർക്കും അത് എക്സാം നടത്താതെ കൊടുക്കുന്നുണ്ട്. നാഷണൽ ലെവലിൽ പോലും അത്ര സ്ട്രിക്റ്റ് കണ്ടിട്ടില്ല. ഇൻ്റർനാഷണലൊക്കെയാണ് പിന്നെയും ബുദ്ധിമുട്ട്. അപ്പം അത് ഈ ജഡ്ജസിൻ്റെ ക്വാളിറ്റീനെ നല്ല രീതിയിൽ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു ജഡ്ജായിട്ട് ഇപ്പോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു അനാട്ടമി പോലും കൃത്യമായി അറിയുന്നില്ല. നമ്മളിപ്പോൾ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് ഈ ട്രാപ്സ്, ലാറ്റിസ്, മസ്റ്റോഴ്സി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നാഷണൽ മത്സരങ്ങൾ ജഡ്ജ് ചെയ്യാൻ വന്ന ആളാ. പക്ഷെ അദ്ദേഹത്തിന് അത് ഏതാന്ന് ചോദിക്കണേ. അപ്പം അങ്ങനെ അനാട്ടമി അറിയാത്ത ഇദ്ദേഹം എന്ത് നോക്കിയാണ് ജഡ്ജ് ചെയ്യണേ? ഇനി അതൊന്നും പോരാതെ ഇത് പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ അസോസിയേഷൻസിന് ജഡ്ജസിന് വേണം. അപ്പോൾ അവരെ കൂടെ ആര് നല്ല രീതിയിൽ സപ്പോർട്ടായി നിൽക്കുന്നോ അവർക്ക് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ബാധിക്കുന്നത് ബോഡി ബിൽഡേഴ്സിനെയാണ്. ബോഡി ബിൽഡേഴ്സിന് ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളിൽ ജഡ്ജസിൻ്റെ ഇഷ്യൂ കാരണം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. ജഡ്ജസിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കൃത്യമായ ആൻസർ പറയാൻ അറിയുന്നില്ല. എന്താ അവർ പറയണ മറുപടിയാണ് സൈസ് അത്ര പോരാ, ഈ വണ്ണം വീതിയൊക്കെ ഒരു സുഖമില്ല. ഇങ്ങനത്തെ രീതിയിലാണ് ഒരു ജഡ്ജിന്റെ മറുപടി. അല്ലാതെ പ്രോപ്പറായിട്ട് ടെക്നിക്കലി അത് എന്താണെന്ന് വ്യത്യാസം പറഞ്ഞോടൊക്കെ ഈ ജഡ്ജസിന് പോലും പറ്റാത്തൊരു അതാണ് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ പഴയ തലമുറയിലുള്ള ആളുകൾ പോയി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ആളുകൾ വരുമ്പോഴും അവർ പോലും പ്രോപ്പറായിട്ട് ഈ എങ്ങനെ ജഡ്ജ് ചെയ്യാം, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് കൃത്യമായി അറിയുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊരു മാറ്റം വരണം. ആ മാറ്റം വരാനായിട്ട് ഈ അത്ലറ്റ്സ് തന്നെ മുന്നോട്ട് വന്ന് അവരെ ചോദ്യം ചെയ്ത് ഇവരെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കണം. ഇപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഈ അനാട്ടമി എന്തൊക്കെ ചോദിച്ചാൽ തന്നെ അവർക്കറിയില്ല എന്ന് തന്നെ മനസ്സിലാവാം ഇയാളൊരു ക്വാളിഫൈഡ് ജഡ്ജ് അല്ല എന്നുള്ളത്. അത് അങ്ങനെ രീതിയിൽ അത്ലറ്റ്സ് വേണം മുന്നിട്ട് ഇറങ്ങാൻ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വളരെ ചെറിയ പ്രായത്തിൽ AFBB ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം മത്സരങ്ങൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായി, അതായത് അത്തരം അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന ഇൻസൈറ്റ് എങ്ങനെയായിരുന്നു? ഞാനിവിടെ കേരളത്തിലും പിന്നെ ബാക്കി ഇന്റർനാഷണൽ നാഷണൽ മത്സരങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു 3-4 വർഷത്തോളം ഞാൻ കേരളത്തിലുള്ള മത്സരങ്ങൾ, മാക്സിമം സൗത്ത് ഇന്ത്യയിലെ മത്സരങ്ങളൊക്കെ പോയിരുന്നത്. അതിനുശേഷം നാഷണലും പോയിരുന്നു. ഇന്റർനാഷണലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കണ്ടുപഠിക്കാണ്ട് അവരിൽ നിന്ന്. ഇപ്പം ഇന്റർനാഷണൽ ഒഫീഷ്യൽസ് വരുമ്പോൾ എല്ലാവരും ബാക്കി പരിപാടികളായിട്ട് തിരക്കായി നിൽക്കുമ്പോൾ ഞാൻ ഇവരെ നോക്കി ഇവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിൽക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ്റെ രീതികളെല്ലാം സോഫ്റ്റ്വെയറിലാക്കി അതെല്ലാം ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാന്നുള്ളൊരു. അപ്പോൾ നമുക്ക് ഒന്ന് വർക്ക് ലോഡ് കുറഞ്ഞു. മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 പേപ്പർ നിരത്തി വെച്ച് പേനയും പേപ്പർ കൊണ്ട് എല്ലാവരും വട്ടിട്ടിരുന്ന് എഴുതുന്ന പരിപാടിയായിരുന്നു. ഇതൊരാൾ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ ആ ഇന്റർനാഷണലിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ജഡ്ജിങ്ങിൻ്റെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളുടെ ആയാലും കുറേ ഫോർമാറ്റുകളും ഒരുപാട് രീതികളുണ്ട് ഇതിൻ്റെ നടത്തുന്ന കാര്യങ്ങളിലെല്ലാം. ഒക്കെ കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു. അതാണ് ഇന്റർനാഷണൽസിൽ നിന്നാണ് അങ്ങനത്തെ ഒരു വലിയൊരു ഉപകാരം കിട്ടിയിട്ടുള്ളത്.